നമസ്കാരം. T21 വാർത്താ വിചാരണയിലേക്ക് സ്വാഗതം. ത്രിതല പഞ്ചായത്തുകളിലേക്കും കോർപ്പറേഷൻ നഗരസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം നാളെ നടക്കുകയാണ്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നതാണ്. തീർച്ചയായും ഇടതുപക്ഷത്തിന് എന്നായിരിക്കും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുമുള്ള വോട്ടർമാരുടെ പ്രതികരണം. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം? സംസ്ഥാന തലത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം. BJPയെ സമാനമായ തോതിൽ മൂന്നാം ശക്തിയായി ഉയർത്തിക്കാട്ടാൻ മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുകയാണെങ്കിലും വസ്തുത അതല്ല. കേന്ദ്ര ഭരണത്തിൻ്റെ പണക്കൊഴുപ്പിൽ വാർഡുകൾ തോറും പണം വാരി എറിയുന്നത് ഒഴിച്ചു നിർത്തിയാൽ BJP ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒഴിച്ച് മറ്റിടങ്ങളിലെല്ലാം തികച്ചും അപ്രസക്തമാണ്. അത് കേവലം 3000 സീറ്റിൽ മത്സരിക്കുന്നില്ല എന്നത് മാത്രമല്ല, കഴിഞ്ഞ തവണ ഭരിച്ച പാലക്കാട് മുനിസിപ്പാലിറ്റി പോലും അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ചുമലിൽ ചാരി രണ്ടാം സ്ഥാനത്തെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനിലും അവരുടെ നില അത്യന്തം പരുങ്ങലിലാണ്. പറഞ്ഞു വരുന്നത്, ഒരു വശത്ത് LDFും മറുവശത്ത് BJPയും ജമാഅത്തെ ഇസ്ലാമിയും SDPയും തുടങ്ങിയ സകലമാന വർഗീയ ശക്തികളും ചേർന്നുള്ള അവിയൽ മുന്നണിയുമാണ് ഏറ്റുമുട്ടുന്നത്. ഇതിൽ ആരെ തള്ളണം, ആരെ കൊള്ളണം? കഴിഞ്ഞ 5 വർഷത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, 4.5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭരണം, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെയും സംസ്ഥാന BJPയുടെയും ചെയ്തികൾ, സർവോപരി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം, മുൻ UDF സർക്കാർ, ഇങ്ങനെ ഓരോന്നിനെയും ഓരോ പട്ടികയായി തിരിച്ച് മാർക്കിട്ട് നോക്കിയാൽ മാത്രം ഉത്തരം കിട്ടും നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കണമെന്ന്. എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനം അതാതിടത്തെ ജനങ്ങൾക്ക് അനുഭവ ഭേദ്യമാണ്. LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും UDF ഭരിക്കുന്ന സ്ഥാപനങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അടുത്തത് സംസ്ഥാന ഭരണമാണ്. 4.5 വർഷം മുമ്പ് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഖജനാവ് കാലിയാക്കി കുത്തുപാളയെടുക്കുന്ന നിലയിലായിരുന്നല്ലോ. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ മാസങ്ങളുടെ കുടിശ്ശിക, കരാർ പ്രവൃത്തികൾക്ക് കാശ് കൊടുക്കാത്തതിനാൽ കരാർ പ്രവൃത്തികൾ സ്തംഭിച്ച നില, സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം പോലും കൊടുക്കാൻ കാശില്ലാത്ത സ്ഥിതി. ആ നിലയിൽ നിന്നുമാണ് ഇന്നു കാണുന്ന കേരളത്തിലേക്ക് നാം മാറിയത്. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർത്തു എന്ന് മാത്രമല്ല, പെൻഷൻ തുക 1400 രൂപയാക്കി. അത് അതാത് മാസം നൽകുന്നു. ജനുവരി മുതൽ 1500 രൂപയാക്കുമെന്നാണ് LDF വാഗ്ദാനം. UDF കാലത്ത് ക്ഷേമ പെൻഷൻ ആകെ നൽകിയിരുന്നത് 40 ലക്ഷത്തിൽ താഴെ പേർക്കായിരുന്നു. ഇപ്പോൾ 49,28,216 പേർക്കാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്. 10 ലക്ഷത്തോളം പേർക്ക് കൂടുതലായി പെൻഷൻ നൽകുന്നു. പട്ടിണിയില്ലാത്ത കേരളം, അതാണ് അടുത്തത്. കോവിഡ് എന്ന ഈ മഹാമാരിയുടെ കാലത്തും ഒരാൾക്ക് പോലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. കാരണം സംസ്ഥാനത്തെ ഓരോ വീട്ടിലും തുടർച്ചയായി സർക്കാർ ഭക്ഷ്യക്കിറ്റ് എത്തിച്ചു. സ്കൂൾ കുട്ടികളുടെ ഭക്ഷ്യക്കിറ്റ് വേറെ. ഗൾഫ് നാടുകളിൽ നിന്നും മടങ്ങി വന്നവർ ഉൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പുതിയ തൊഴിൽ കണ്ടെത്താൻ സബ്സിഡിയോടെയുള്ള വായ്പകൾ. ലോകമെങ്ങും തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ അനുദിനം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. SBIയിലും റെയിൽവേയിലും ഉൾപ്പെടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമ്പോൾ സംസ്ഥാന സർക്കാർ PSC മുഖേന തുടർച്ചയായി നിയമനം നടത്തുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നിയമനം നടത്തുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം പുകമുറ സൃഷ്ടിച്ച പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ നിന്നുമുള്ള തുടർച്ചയായ നിയമനം. ഈ 4.5 വർഷത്തിനിടെ PSC മുഖേന നടത്തിയ നിയമനങ്ങൾ സർവകാല റെക്കോർഡാണ്. കോവിഡ് കാലത്തെ വിദ്യാഭ്യാസം, പ്രൈമറി തലം തൊട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ ഓൺലൈൻ ക്ലാസുകളിലൂടെ സജീവമായ അധ്യയന വർഷം. മറ്റൊരു സംസ്ഥാന സർക്കാരിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള അധ്യയനം. പൊതുവിദ്യാലയങ്ങൾ കാലിത്തൊഴുത്തുകളെ പോലെ എന്ന നില മാറിയിരിക്കുന്നു. ക്ലാസ് റൂമുകൾ ഹൈടെക് ആണ്. അവിടെ എത്തുന്ന ഓരോ വോട്ടർക്കും ആ വ്യത്യാസം മനസ്സിലാകും. കോവിഡ് കാലത്തെ ആരോഗ്യ മേഖല, തികച്ചും സൗജന്യമായി ചികിത്സ ഉറപ്പുവരുത്തിയ ഏക സംസ്ഥാനം ഒരുപക്ഷെ നമ്മുടേതാണ്. സ്വകാര്യ മേഖലയിലെ കൊള്ളയും തടഞ്ഞു നിർത്തി. മരണനിരക്ക് ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. മെഡിക്കൽ കോളേജുകൾ തൊട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെ ഹൈടെക് ആയിരിക്കുന്നു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന സങ്കല്പം യാഥാർത്ഥ്യമായിരിക്കുന്നു. പൊതുജനാരോഗ്യ രംഗത്തും കേരളം പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു.
നമ്മുടെ റോഡുകളും പാലങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്നതായിരിക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. 2 മഹാപ്രളയങ്ങളിലായി എല്ലാം തകർന്നപ്പോൾ ഒരു ഉയിർത്തെഴുന്നേൽപ്പ് വിദൂര സ്വപ്നമായിരുന്നു. ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതികളിലൂടെ അവയെല്ലാം പൂർവ്വസ്ഥിതിയിലായി എന്ന് മാത്രമല്ല, ഓരോ റോഡും മികച്ച നിലവാരത്തിൽ. പ്രളയത്തിൽ തകർന്നവരുടെ പുനരധിവാസമായിരുന്നല്ലോ മാധ്യമങ്ങളുടെ ഒരു പ്രധാന ചർച്ച. ഇപ്പോൾ അത്തരം ചർച്ചയില്ല. അതെന്തുകൊണ്ടാണ്? അവർക്കെല്ലാം സർക്കാർ കൂരയൊരുക്കിയിരിക്കുന്നു. അതുമാത്രമോ, വീടില്ലാത്ത 2.5 ലക്ഷം പേർക്കാണ് ലൈഫ് പദ്ധതിയിലൂടെ വീടൊരുക്കിയത്. അവശേഷിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വീട് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. ഓർക്കുക, നിപ്പ, ഓക്കി, 2 പ്രളയങ്ങൾ, അതിനെല്ലാം മുകളിൽ കൂനിന്മേൽ കുരു പോലെ കോവിഡ്. ഇതിനെയെല്ലാം അതിജീവിച്ചാണ് നാം ഈ നേട്ടം കൈവരിച്ചത്. വ്യവസായ മേഖലയിലെ മുന്നേറ്റം, വൈദ്യുതി രംഗത്തെ കുതിപ്പ്, പൊതുവിതരണ രംഗത്തെ കാര്യക്ഷമത, ഇങ്ങനെ ഏത് മേഖല പരിശോധിച്ചാലും ഐക്യ കേരളപ്പിറവിക്ക് ശേഷമുള്ള സുവർണ കാലഘട്ടം. ഇതെല്ലാം തന്നെയാണ് ഈ ഭരണത്തിൻ്റെ മുഖമുദ്ര. മറുവശത്ത് പ്രതിപക്ഷമോ പ്രളയ പുനരധിവാസം ഉൾപ്പെടെ അട്ടിമറിക്കാൻ ധനസമാഹരണത്തിന് ഉടക്കിട്ടു. 1000 വീട് നിർമ്മിക്കാൻ പണം പിരിച്ച KPCC 100 വീട് പോലും നിർമ്മിച്ചില്ല. ജീവനക്കാരിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുമായിരുന്ന സംഭാവനകൾക്ക് വരെ ഉടക്കിട്ടു. കോവിഡ് മഹാമാരി പടർന്നപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു. മിറ്റിഗേഷൻ തിയറി, ചൂടിൽ കൊറോണ വൈറസ് പടരില്ല, ചെളിയിൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമുക്ക് പ്രതിരോധ ശേഷിയുണ്ട് തുടങ്ങി കഥകൾ ഉണ്ടാക്കി പ്രതിരോധത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ വരെ ചെന്ന് കുഴപ്പത്തിന് ശ്രമിച്ചത് ഓർക്കുമല്ലോ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് അജ്ഞാതനായ ഉസ്മാനെ വിളിച്ചതുൾപ്പെടെയുള്ള നാടകങ്ങൾ എത്രയെത്ര. ഇതിനെല്ലാം പുറമെയാണ് കോവിഡ് കാലത്ത് തുടങ്ങിയ അഴിമതി ആരോപണ കഥകൾ. ആദ്യം സ്പ്രിംഗ്ലറിനെ വെച്ച് കഥ മെനഞ്ഞു. തികച്ചും സൗജന്യമായി സേവനം നടത്തിയ ആ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തി. പിന്നെ ഫൈസറിനെതിരെ തിരിഞ്ഞു. ലോകത്താദ്യമായി ഫൈസർ കമ്പനിയാണ് കോവിഡ് പ്രതിരോധ വാക്സിൻ പ്രയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്നും ഓർക്കുക. ആ ഫൈസറിന് 68 ലക്ഷം റേഷൻ കാർഡ് ഉടമകളുടെ ഡാറ്റ ചോർത്തിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. രമേശ് ചെന്നിത്തല അത് വിഴുങ്ങി. മദ്യവിതരണത്തിനുണ്ടാക്കിയ ആപ്പിന്റെ പേരിൽ ഒരു കൂസലുമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചു ചെന്നിത്തല. എല്ലാം തകർന്നടിഞ്ഞപ്പോൾ കിട്ടിയതാണ് സ്വർണ്ണക്കടത്ത്. ആ കേസിലെ ഒരു പ്രതിക്ക് ശിവശങ്കർ എന്ന IAS-കാരനുമായി ഉണ്ടായ വ്യക്തിബന്ധത്തിന്റെ പേരിൽ കഴിഞ്ഞ 5 മാസത്തിലേറെയായി സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനാണ് BJP പിന്തുണയോടെ ഈ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. സകലമാന കേന്ദ്ര ഏജൻസികളും ഭൂതക്കണ്ണാടികളുമായി ഇറങ്ങിയിട്ടും സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലും കേസിൽ ഉൾപ്പെടുത്താനായിട്ടില്ല. അതെല്ലാം പൊളിഞ്ഞപ്പോഴുള്ള അവസാന അടവാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ. അതും ഒരു ചോദ്യം ചെയ്യലോടെ അവസാനിക്കുമെന്ന് ഉറപ്പാണ്. കാരണം രവീന്ദ്രനെതിരെ ഒരു ചുക്കും ചുണ്ണാമ്പും EDക്ക് കണ്ടെത്താനായിട്ടില്ല എന്നും ഓർക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മറ്റൊന്നും പറയാനില്ല. അതേസമയം അവരുടെ 2 MLA-മാർ അഴിമതി കേസിൽ ജയിലിലാണ്, മറ്റുള്ളവർ ക്യൂവിലാണ്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തെ മന്ത്രിമാരിൽ അഴിമതി കേസിൽ പെടാത്തവർ ആരുമില്ല. അഴിമതിയുടെ കാര്യത്തിൽ മാത്രമല്ല, സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളിലും അവർ മുന്നിൽ നിന്നു. കൈയിട്ടുവാരൽ മാത്രമായിരുന്നു കഴിഞ്ഞ ഭരണത്തിന്റെ മുഖമുദ്ര. അങ്ങനെ കാലിയായ ഖജനാവിനെ താങ്ങി നിർത്തുന്നതോടൊപ്പം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനാണ് കിഫ്ബിയിലൂടെ ഈ സർക്കാർ ശ്രമിച്ചത്. 60,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബിയിലൂടെ തുടക്കമിട്ടിരിക്കുന്നതും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതും. അതിനെയും തകർക്കാനാണ് അടുത്ത ശ്രമം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ എടുത്ത വായ്പയുടെ പേരിൽ പോലും കഥ മെനയുകയാണ് ഈ പ്രതിപക്ഷം. അതിനും കേന്ദ്ര സ്ഥാപനമായ CAG-യെ കൂട്ടുപിടിച്ചു. ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ സകല വികസന പ്രവർത്തനങ്ങൾക്കും തുരങ്കം വെച്ച പ്രതിപക്ഷം അവർ ഭരണത്തിലായിരുന്നപ്പോൾ കാണിച്ച അഴിമതിയും ജനവിരുദ്ധതയും. ഇതാണ് ജനങ്ങൾ താരതമ്യം ചെയ്യുന്നതും ചെയ്യേണ്ടതും. ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തെ നെഞ്ചേറ്റുമെന്ന് ഉറപ്പായപ്പോഴാണ് ഇരുവർഗീയതയെയും ഇരുവശത്തായി നിർത്തി പുണരുന്നത്. അതിലൊന്നാണ് കേന്ദ്ര ഭരണകക്ഷി. അവരുടെ ജനവിരുദ്ധതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭം. കോർപ്പറേറ്റുകളുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ നട്ടെല്ലായ കർഷക ജനകോടികളെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന 3 കരിനിയമങ്ങളാണ് പാസാക്കിയിരിക്കുന്നത്. 50 രൂപയ്ക്ക് പെട്രോൾ വാഗ്ദാനം ചെയ്തവർ അത് 100 രൂപയിലേക്ക് എത്തിക്കാനുള്ള ഓട്ടത്തിലാണ്. പാചകവാതക വില ഒറ്റയടിക്ക് 50 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ബാങ്കുകളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ പാചകവാതക സബ്സിഡി 8 മാസമായി കിട്ടുന്നില്ല. കള്ളപ്പണം പിടിക്കുമെന്ന് പറഞ്ഞവർ കള്ളപ്പണം വെച്ച് MLA-മാരെ ചാക്കിട്ട് സംസ്ഥാന ഭരണം പിടിക്കുന്നു.
എതിർ രാഷ്ട്രീയ നേതാക്കളെ ഒതുക്കാനുള്ള ഉപകരണമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തരം താഴ്ത്തി. എത്ര വലിയ സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ടാലും ഒരു ഓഫർ BJP വെക്കും. അവർക്കൊപ്പം ചേർന്നാൽ കേസുണ്ടാകില്ല. മാത്രമല്ല കള്ളപ്പണം വാരി കോരി കൊടുക്കുകയും ചെയ്യും. ഈ കുരുക്കിൽ കുടുങ്ങിയവരിലേറെയും കോൺഗ്രസ് നേതാക്കളാണ്. പക്ഷെ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ മലക്കം മറിയുന്നു. ഒരു രൂപയുടെ പോലും അനധികൃത സമ്പാദ്യമില്ലെങ്കിലും CPIM നേതാക്കളെ കൊടുക്കാൻ EDക്ക് കേരളത്തിലെ കോൺഗ്രസുകാർ ഒത്താശ ചെയ്യുന്നു. മന്ത്രി KT ജലീൽ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ തുടങ്ങിയവർക്ക് നേരെ വാളോങ്ങിയതും EDയുടെ ഈ രാഷ്ട്രീയ കളിയാണ്. ഇതിനെല്ലാമാണ് കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നത്. 5 മാസമായിട്ടും സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അനുബന്ധ അന്വേഷണങ്ങളും ജലരേഖയായി മാറി. രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ അന്വേഷണം വഴിതെറ്റിച്ചപ്പോൾ യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ സൃഷ്ടിക്കുന്നു. പ്രബുദ്ധരായ വോട്ടർമാർക്ക് കഴിഞ്ഞ 5 മാസമായി നടക്കുന്ന ഈ ചവിട്ട് നാടകം കണ്ട് മടുത്തിരിക്കുന്നു. ഇപ്പോൾ ഓരോ വോട്ടറുടെയും മനസ്സിൽ താരതമ്യ പഠനം തന്നെയാണ് മുന്നിൽ. നാടിന്റെ വികസനം, പുനർനിർമ്മാണം, ക്ഷേമപ്രവർത്തനങ്ങൾ എല്ലാറ്റിനും LDF വേണം. ഈ കാഴ്ചപ്പാട് തന്നെയാണ് ത്രിതല പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മുൻകൈ നേടുന്നത്. മറ്റെല്ലാ പ്രചാരണങ്ങളും അസ്ഥാനത്താണ്. ശിഥിലമായ പ്രതിപക്ഷം നാടിന് ബാധ്യതയാകുമെന്ന ഈ തിരിച്ചറിവ് കൂടിയാകും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്.